نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തഖ്വ ചെയ്യാൻ നമ്മേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവര് അസുഖബാധിതരാണ്. അല്ലാഹു അവരുടെ ആ സഹോദരിയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആജിലായ മുസ്തമിറായ ഷിഫ അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും മാരകമായ അസുഖങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശഅബാൻ മാസത്തിൻ്റെ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശഅബാനിനെ സംബന്ധിച്ചും ശഅബാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറയുകയും കേൾക്കുകയും ചെയ്യുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ റമദാനല്ലാത്ത മാസങ്ങളിൽ വെച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസവും ശഅബാനായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ റമദാനിൽ നമുക്ക് വിട്ടുപോയ നോമ്പുകൾ അത് അനുഷ്ഠിക്കാനുള്ള അവസാനത്തെ ദിവസങ്ങളും ശഅബാനിലാണ്. അതിനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും നോമ്പ് അനുഷ്ഠിച്ച് വിടാനുള്ളവരുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അത് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ
നിർബന്ധമായ അല്ലാഹുവിനോടുള്ള ബാധ്യതയിൽ നിന്നും ഒഴിവായിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്നവരാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റമദാനിന് മുമ്പായി തന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കുന്നവന് മംഗളങ്ങൾ എന്ന് നമുക്ക് മുൻഗാമികളായ ആളുകൾ പറഞ്ഞത് റമദാനെത്തിയതിനു ശേഷം അതിന് ഒരുങ്ങുന്നതിനേക്കാൾ അങ്ങനെ നമ്മൾ ഒരുങ്ങാൻ നോക്കുകയാണെങ്കിൽ ഒരു ചില ദിവസങ്ങൾ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് റമദാനിന് മുമ്പ് തന്നെ ശഅബാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും ഖുർആൻ പാരായണത്തിന്റെയും പഠനത്തിന്റെയും സമയങ്ങൾ ചിലവഴിച്ചുകൊണ്ടും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു ചൈതന്യത്തോടുകൂടി കൂടുതൽ ആവേശത്തോടുകൂടി ഒന്നാം നോമ്പ് മുതൽ തന്നെ റമദാനിന്റെ ആരംഭം മുതൽ തന്നെ അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നബി തങ്ങൾ നമുക്ക് എല്ലാ വർഷവും റമദാനിന് മുമ്പ് അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നു. സ്വഹാബികളോട് പറയാതെ അത് കണ്ടപ്പോൾ സ്വഹാബികൾ അവരുടെ ആഗ്രഹം മുഖേന ചോദിക്കുകയും മനസ്സിലാക്കുകയും അവരോട് നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ റമദാനിനും പവിത്രമായ റജബിനും ഇടയ്ക്ക് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണെന്ന് നബി തങ്ങൾ മുന്നറിയിപ്പ് തരികയും നബി തങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും മറ്റ് ഇബാദത്തുകളിലായിക്കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തരികയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റമദാനിന് മുന്നോടിയായി തന്നെ റമദാനിന് വേണ്ടി ഒരുങ്ങാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അവന്റെ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുവാനും വേണ്ടി ഒരുപാട് അമലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അമലുകളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലായി പറയുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മുടെ മക്കളുടെ പരിപാലനം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് നൽകിയ വളരെ വലിയ ഒരു സമ്പത്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കള് കൺകുളിർമയുള്ളവരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ മക്കളെ ആക്കി തീർക്കുമാറാകട്ടെ. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി മക്കളെ നൽകുകയും അവരെ നല്ല രൂപത്തിൽ അവൻ വളർത്തുകയും അവരോട് കരുണ കാണിക്കുകയും അവർക്ക് ദീനി വിജ്ഞാനം പകർന്നു നൽകുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. മക്കളുടെ കാര്യം നബി തങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ തന്നെ പെൺമക്കളുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറയുകയും അന്നത്തെ ആ ഒരു സാമൂഹിക സാഹചര്യത്തിൽ നബി തങ്ങൾ അതിനെ കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. من عال جاريتين حتى تبلغا جاء يوم القيامة أنا وهو وضم أصابعه. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പെൺമക്കളെ നൽകുകയും അവരെ അവൻ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യത്തോടുകൂടി വളർത്തി വലുതാക്കുകയും അവർക്ക് വേണ്ട ദീനി വിജ്ഞാനം നൽകുകയും അവരോട് കാരുണ്യത്തോടുകൂടി ബഹുമാനത്തോടുകൂടി വർദ്ധിക്കുകയും അങ്ങനെ പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ നോക്കി വളർത്തുകയും ചെയ്താൽ ഞാനും അവനും സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ആ വിരലുകൾ തമ്മിൽ എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അതുപോലെ പെൺമക്കളെ നല്ല രീതിയിൽ നോക്കി വളർത്തുന്നവനും ഞാനും ഖിയാമത്ത് നാളിൽ അടുത്തടുത്തായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ കൂടുതൽ പെൺമക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു തൗഫീഖാണെന്നും അവരെയൊക്കെ നല്ല രൂപത്തിൽ നിങ്ങൾ പരിപാലിക്കണമെന്നും വളർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയത്ത് ചെയ്യുകയുണ്ടായി. മൻ കാന
ആർക്കെങ്കിലും നിങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പെൺമക്കളെ നൽകുകയും യുഈഹിന്ന വയക്ഫീഹിന്ന വയർഹമുഹുന്ന, മുമ്പ് പറഞ്ഞതുപോലെ അവനവർക്ക് അഭയം നൽകുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ദീനീപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് കരുണ കാണിക്കുകയും അങ്ങനെ അവരെ വളർത്തി വലുതാക്കുകയും ചെയ്താൽ ഫഖദ് വജബത് ലഹുൽ ജന്നത്തുൽ ബത്ത, തീർച്ചയായും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവന് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു. ഫഖാല റജുലുൻ മിൻ ബഅദിൽ ഖൗം, ആ സമയത്ത് ഒരു സ്വഹാബി എണീറ്റ് നിന്ന് ചോദിക്കുകയുണ്ടായി. ഒരുപക്ഷെ 2 പെൺമക്കളുള്ള സ്വഹാബി ആയിരുന്നിരിക്കാം. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് വഫിൻതൈനി, നബിയെ 2 പെൺമക്കളുള്ളവരാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമോ? അവർക്കെന്താണ് ഇത്തരത്തിൽ പെൺമക്കളെ പരിപാലിച്ചാൽ ലഭിക്കുക എന്ന് ആ സ്വഹാബി ചോദിക്കുകയുണ്ടായി. ഖാല വഫിൻതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 പെൺമക്കളാണെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ഈ പ്രതിഫലം നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അന്നത്തെ മക്കയിലെ സാഹചര്യം, അറേബ്യയിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പെൺമക്കളെ ഒരു ശാപമായി കണ്ടിരുന്ന, അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന, അനന്തരാവകാശ സ്വത്തുക്കളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്ന ചില സമുദായങ്ങളിൽ ഹദീസുകളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിക്കുന്നുണ്ട്. വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം അറേബ്യയിലെ ചില സമുദായങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പെൺകുഞ്ഞുങ്ങളെ കണ്ടിരുന്ന ഒരു ജനതയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺമക്കൾ എത്രത്തോളം നിങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്നും അവരോട് എത്രത്തോളം നല്ല രീതിയിൽ ചെറുപ്പം മുതൽ നിങ്ങൾ വർത്തിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലത്തെ ജീവിതത്തിൽ ആ സമുദായത്തെ മാറ്റിയെടുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ അക്സറു മാ യദ്ഖുലുൽ ജന്ന, നബിയെ, സത്യവിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് കാരണമാകുന്ന, സത്യവിശ്വാസികളുടെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന കാര്യം എന്താണ്? നമ്മൾ മുമ്പും ഇവിടെ പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തത് അത്തഖ്വ ഹുസ്നുൽ ഖുലുഖ്, തഖ്വയും സ്വഭാവത്തെ സംസ്കരിക്കുകയും ചെയ്യുക, നല്ല സൽസ്വഭാവം ഉണ്ടാവുക, ഈ 2 അമലുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയുണ്ടായി. സ്വഭാവ സംസ്കരണം എന്ന് പറയുന്നത്, ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും നിർബന്ധമായ കാര്യമാണ്. ഓരോ ദിവസം പിന്നിടുന്തോറും തന്റെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ്. നമ്മളിലില്ലാത്ത പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും കൂട്ടിച്ചേർക്കുകയും എന്തെങ്കിലുമൊക്കെ തിന്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുവാനും വേണ്ടി ഓരോ ദിവസവും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടതിന്റെ ഒരു ലക്ഷ്യം അത് ഏറ്റവും ഉന്നതമായ ഗുണങ്ങൾ പൂർത്തീകരിക്കുക എന്നാണെന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. നബി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ ഏറ്റവും ഉന്നതമായ ഗുണങ്ങൾ ഈ ലോകത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇത്തരത്തിൽ തന്റെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഒരുപാട് പദവികളും പ്രതിഫലങ്ങളും പഠിപ്പിച്ചു തരികയുണ്ടായിട്ടുണ്ട്. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വാഇമിൽ ഖായിം, ഒരു മുഅ്മിൻ തന്റെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിലൂടെ അവന് പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും എന്നിട്ട് ആ ക്ഷീണം വകവെക്കാതെ രാത്രിയിൽ മുഴുവൻ ഇബാദത്തിലായി കഴിയുകയും ചെയ്യുന്ന ആൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ എത്രത്തോളം പദവി ഉണ്ടാകുമോ, എത്രത്തോളം പ്രതിഫലം ഉണ്ടാകുമോ, ആ ഒരു പ്രതിഫലം തന്റെ സ്വഭാവത്തെ നന്നാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ നബി തങ്ങൾ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചില വീടുകൾ ലഭിക്കുമെന്ന് നബി
നബി തങ്ങൾ വാക്ക് പറയുകയുണ്ടായി, ജാമ്യം നിൽക്കുകയുണ്ടായി. അതിൽ തന്റെ സ്വഭാവം നന്നാക്കുന്നവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിൽ ഒരു വീട് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നമ്മുടെ സ്വഭാവത്തിൽ പുതിയ പുതിയ ഗുണങ്ങൾ നമ്മൾ ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മിൽ നിന്നും ഒഴിവാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക; രണ്ടാമത്തത്, കളവ് പറയുക എന്നത്. അനാവശ്യമായി ഒരിക്കലും ഒരു മുസ്ലിമിനെ തർക്കിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പോലും മറ്റു മതസ്ഥരോട്, വേദക്കാരായ ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ ആശയം പറയുമ്പോൾ, ആദർശം പറയുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ പറയുകയും അവരെ ഏറ്റവും നല്ല രൂപത്തിൽ കേൾക്കുകയും അങ്ങനെയൊരു സംവാദത്തിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ വേദക്കാരായ ആളുകളോട്, മറ്റു മതസ്ഥരോട് പരസ്പരം നിങ്ങളുടെ ആശയങ്ങൾ കൈമാറുമ്പോൾ ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ. തന്റെ ഭാഗത്ത് തന്നെയാണ് 100% ശരി എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അനാവശ്യമായി തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭവനം ലഭിക്കുമെന്ന് ഞാൻ വാക്കു തരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ കളവ് പറയുക എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. കളവ് പറയുക എന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കളവ് പറയുന്ന ഒരു പ്രവണത, മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യടി നേടാൻ വേണ്ടി തമാശകൾക്ക് കളവ് പറയുകയും അതിനെ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. തമാശക്ക് വേണ്ടി പോലും കളവ് പറയരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. വബിബൈതിൻ ഫീ വസതിൽ ജന്നതി ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹ. തമാശക്കാണെങ്കിൽ പോലും കളവ് ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് ഞാൻ വാക്കു തരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മോശമായ സ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സ്വഭാവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ മുമ്പും ഖുതുബകളിലൂടെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം. വഖഫ് സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ മുമ്പും ഖുതുബകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ കരട് ബില്ല് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, ഭാവിയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ JPC റിപ്പോർട്ട് ഇന്നലെ അത് പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അവരുടെ വഖഫ് സ്വത്തുകൾ കൈയടക്കി വെക്കുകയും നിരവധി വഖഫ് കയ്യേറ്റങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്ന ഒരു നിയമ ഭേദഗതിയാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും പത്രമാധ്യമത്തിൽ അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫെബ്രുവരി 20 അത് പാർലമെന്റിൽ, സഭയിൽ പാസാക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് അനുകൂലമായ തരത്തിൽ, തീർത്തും ഏകപക്ഷീയമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ അത് വിയോജനക്കുറിപ്പായി ഈ കരടിൽ ചേർക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരത്തിൽ അത് പുതിയ JPCയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ അത് ചേർത്തിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഏകപക്ഷീയമായ തരത്തിൽ വഖഫ് സ്വത്തുക്കൾക്കെതിരെയുള്ള കയ്യേറ്റം അത് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമുദായത്തിൽ നിന്നും,
മുസ്ലിം സംഘടനകളും എന്നുവേണ്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്ന എല്ലാവരും തന്നെ ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. അവര് നമ്മോട് പല ആളുകളായിട്ടും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഖുതുബയിൽ പറയുവാനും ആളുകളോട് പറയുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്തും ഇത്തരത്തിലുള്ള ബഹുജന റാലികളും വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങളും നടക്കുന്നുണ്ട്. പല സംഘടനകളുടെയും പല ബാനറുകളിൽ നടക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത്ര നമ്മൾ പങ്കെടുക്കുകയും നമ്മളെ കൊണ്ട് ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. നമുക്കറിയാവുന്നതുപോലെ 2024 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ആരംഭത്തോടു കൂടിയാണ് വഖഫ് നിയമത്തിന്റെ ഭേദഗതി ബില്ല് ആദ്യമായി കൊണ്ടുവരുന്നത്. ഒരുപാട് അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് ഒരിക്കലും മുസ്ലിം സമൂഹത്തിന്റെ മാത്രം ഉന്നതിക്ക് വേണ്ടി ഉള്ള ഒരു കാര്യമല്ല, മറിച്ച് മുഴുവൻ സമൂഹത്തിന്റെയും നന്മക്കായി, പുരോഗതിക്കായി, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വ്യക്തി തന്റെ സമ്പത്തിൽ നിന്നും മാറ്റിവെക്കുന്ന ഭാഗമാണ് അതിനാണ് വഖഫ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 8.7 ലക്ഷം വഖഫുകളിലായി 9.4 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇന്ത്യയിൽ വഖഫായിട്ടുള്ളത്. അത്രത്തോളം ഭൂമി വഖഫ് സ്വത്തായി നമുക്കുണ്ട്. എന്നാൽ അത് സംരക്ഷിക്കാനുള്ള ശക്തമായ നിയമങ്ങളുണ്ട് എന്നിരിക്കെ തന്നെ ഒരുപാട് വഖഫ് സ്വത്തുക്കൾ അതിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. മുംബൈയിലുള്ള ആന്റില എന്ന് പറയുന്ന രാജകൊട്ടാരം അതാരുടേതാണെന്ന് നമുക്കറിയാം. അത് നിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. അതുപോലെ ഡൽഹിയിലുള്ള ഒരുപാട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്ന് തുടങ്ങി കോർപ്പറേറ്റ് ഭീമന്മാർക്ക് തീരെഴുതി കൊടുത്ത ഒരുപാട് ഭൂമികൾ അതെല്ലാം വഖഫ് സ്വത്താണെന്നതിന് കൃത്യമായ തെളിവുകളും രേഖകളും ഇപ്പോഴുണ്ട്. ഇനിയൊരു ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അതെല്ലാം നമ്മിൽ നിന്ന്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളം എന്ന സംസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ 1000 കോടിയോളം രൂപയുടെ വഖഫ് ഭൂമികൾ, അത് ഇന്നത്തെ നിലവിലുള്ള മാർക്കറ്റിംഗ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ അതിനും ഒരുപാട് ഇരട്ടി തുകയുണ്ടാവും. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന് അവരുടെ പുരോഗതിക്ക് വേണ്ടിയും അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കോടികളുടെ സ്വത്താണ്. ഇതെല്ലാം നമ്മിൽ നിന്ന്, നമ്മുടെ മുമ്പിൽ അന്യാധീനപ്പെട്ടു പോകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മിൽ നിന്നും ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോകുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരുടെയും കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ നിങ്ങളുടെ മുമ്പിൽ അന്യാധീനപ്പെട്ടു പോയപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുവാൻ നമുക്ക് നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ന്യായമുണ്ടാവണം. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ, വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനെ കുറിച്ച് നമ്മളെ അറിവില്ലാത്തവരായി പോകരുത്. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും ഈ ഉമ്മത്തിന് ഉള്ള സമ്പത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെതിരെ ശബ്ദിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അല്ലാഹുവിനെ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കളും സമ്പത്തുകളും സംരക്ഷിക്കുവാൻ നമ്മളെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. ഇസ്സത്തോടുകൂടി ഇസ്ലാമിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി